ഹായ് ഹലോ പത്തരമാറ്റ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ജലജയുടെയും നാഗേന്ദ്രൻ്റെയും ഭൂതകാലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുകയാണ് കേട്ടോ പത്തരമാറ്റ സീരിയൽ ഇനി വരും എപ്പിസോഡുകളിൽ. അപ്പോൾ ജലജയും നാഗേന്ദ്രനും തമ്മിൽ എന്തുകൊണ്ടാണ് പിരിയാനായിട്ടുള്ള കാരണവും അതുപോലെ തന്നെ മൂർത്തി മുത്തശ്ശൻ എന്തിനാണ് അനന്തപുരി തറവാട്ടിൽ നിന്ന് നാഗേന്ദ്രനെ ഇറക്കി വിട്ടത്, നാഗേന്ദ്രൻ എങ്ങനെ ഇത്രയ്ക്ക് വലുതായി, അതായത് ഏഴൻ ജൂവലറിയുടെ ഓണറായിട്ട് ഇത്രയ്ക്ക് മാറിയത് എന്നുള്ള ഡീറ്റെയിൽസ് ഫുള്ളാണ് കേട്ടോ ഈ സ്റ്റോറിയിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്തേക്കണേ. സ്റ്റോറിയിലേക്ക് വരാം. ഒരു 10-20 വർഷം പുറകിലോട്ട് പോകുകയാണ് കേട്ടോ. അവിടെ അനന്തപുരി തറവാട് കാണിക്കുന്നുണ്ട്. അവിടെ ഹാളിൽ ഒരു കൊച്ചു കുഞ്ഞ്, അതായത് ഒരു 1.5 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുഞ്ഞ് ഹാളിൽ കിടന്ന് കളിക്കാൻ കേട്ടോ. അത് മറ്റാരുമല്ല, നമ്മുടെ അവന്തിക മോളാണ് കേട്ടോ. അവിടെ അവന്തിക മോളെ താലോലിക്കാനായിട്ടും കൊഞ്ചിക്കാനും ഒക്കെ ആയിട്ട് ചുറ്റിനും ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാവരും അവന്തിക മോളെ എടുത്ത് ഇങ്ങനെ കൊഞ്ചിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അബിയെയും നമ്മുടെ ആദർശിനെയൊക്കെ കാണിക്കുന്നുണ്ട്. അവരൊക്കെ കുഞ്ഞു പിള്ളേരായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അനിയൊക്കെ കാണിക്കുന്നത്, അതായത് 2ലും 3ലും 4ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളായിട്ട് അവരെയും കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മൂർത്തി മുത്തശ്ശനെ കാണിക്കുകയാണ്. മൂർത്തി മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ഞാൻ ഇന്ന് വലിയൊരു ഡീലാണ്, ആ ലീല ഗ്രൂപ്പിനെ എങ്ങനെയെങ്കിലും തകർക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ ഇങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ കുഞ്ഞുമക്കൾക്ക്, അതായത് കൊച്ചുമക്കൾക്കൊക്കെ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് മുത്തശ്ശൻ പോയിട്ട് വരാമെന്നിങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ അദ്ദേഹം ഇറങ്ങുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പോകുന്നത് നോക്കി നമ്മുടെ നാഗേന്ദ്രൻ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ജലജ നാഗേന്ദ്രനോട്, എന്താ ഇങ്ങനെ നോക്കുന്നത്, നിങ്ങളെന്താ ഇന്ന് പോകുന്നില്ലേ, ഓഫീസിലോട്ട് പോകുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. നിൻ്റെ അച്ഛൻ്റെ എന്നെ കൂട്ടാതെ പോയിരിക്കുന്നത് കണ്ടില്ലേ, ഇന്നും വലിയ എന്തോ ഡീലാണ് നടക്കുന്നതെന്നാണ് തോന്നുന്നത്. എന്നോട് ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എന്തായാലും ആ ലീല ജ്വല്ലറിയെ തോൽപ്പിക്കാനാണ് നിൻ്റെ അച്ഛൻ്റെ ഉദ്ദേശം. അതെന്തായാലും ഞാൻ നടത്തി കൊടുക്കത്തില്ല എന്നിങ്ങനെ ജലജയോട് പറയാൻ കേട്ടോ. അങ്ങനെ ജലജ പറയുന്നുണ്ട്, നിങ്ങൾ ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ലല്ലോ ഇത്, കുറേ നാളായി അച്ഛനെ തോൽപ്പിക്കും, നിങ്ങൾ വലിയ ആളാകും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു. എന്നിട്ട് നിങ്ങൾ വല്ലതും എന്തെങ്കിലും ചെയ്തോ? നിങ്ങൾ എന്ത് ചെയ്താലും വേണ്ടിയില്ല, അച്ഛനെ തോൽപ്പിച്ച് കുറച്ച് കാശൊന്ന് അടിച്ചു മാറ്റാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? എന്തോരം പൈസയാണെന്നറിയാമോ അലമാരിക്കകത്തൊക്കെ ഇരിക്കുന്നത്. ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം അമ്മയോട് ഒരു പാവയ്ക്കമാല തരുമോയെന്ന് ചോദിച്ചു. അമ്മയാണെങ്കിലും അത് ദേവ്യാനിക്ക് കൊടുക്കാനുള്ളതാന്ന് പറഞ്ഞു. എനിക്കെന്ത് വിഷമായിരുന്നെന്നറിയാമോ? നിങ്ങൾ എനിക്ക് എപ്പോഴെങ്കിലും ഒരു മാല വാങ്ങിച്ച് തന്നിട്ടുണ്ടോ? ആ പാവയ്ക്കമാല ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചതാ. എനിക്കതുപോലെ ഒരു മാല വേണം. നിങ്ങൾക്ക് എന്തെങ്കിലും എനിക്ക് മേടിച്ചു തരാം. അങ്ങനെ ഒരുപാട് പറഞ്ഞിങ്ങനെ നാഗേന്ദ്രൻ ഇങ്ങനെ കുറ്റപ്പെടുത്തിയാണ്. അപ്പം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്താലും നീ എൻ്റെ കൂടെ തന്നെ നിൽക്കുമെന്നിങ്ങനെ ജലജയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജലജ നമ്മുടെ നാഗേന്ദ്രന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടിയില്ല, നമുക്ക് എന്തായാലും സ്വന്തമായിട്ട് ഒരു ജൂവലറി തന്നെ തുടങ്ങണം എന്ന് നാഗേന്ദ്രനോട് പറയണം. അതിപ്പോൾ എന്ത് കള്ളത്തരം കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നാലും അതൊന്നും ഒരു പ്രശ്നവുമല്ല. എന്തായാലും ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് പണം വരണം, അത്രേ ഉള്ളൂ. നിങ്ങൾ എന്ത് വേണമെങ്കിലും കാണിക്കെന്നും പറഞ്ഞിട്ട് നാഗേന്ദ്രനോട് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ജലജ ഈ സപ്പോർട്ടൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും നാഗേന്ദ്രന് അതൊക്കെ നല്ല പോസിറ്റീവായിട്ടാണ് തോന്നിയത്. കാരണം എന്തുണ്ടെങ്കിലും നമ്മുടെ ജലജ തൻ്റെ ഭാര്യ തൻ്റെ ഒപ്പം നിൽക്കുമെന്നൊക്കെ അവൻ കരുതി. അങ്ങനെ അവളോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മുടെ അവന്തിക മോൾക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പിന്നെ ഓഫീസിലോട്ട് നമ്മുടെ നാഗേന്ദ്രൻ പോകുന്നുണ്ട് കേട്ടോ. ഓഫീസിലേക്കാണെന്നും പറഞ്ഞ് മറ്റുള്ളവരെ ധരിപ്പിച്ചിട്ട് നാഗേന്ദ്രൻ നേരെ പോകുന്നത് നമ്മുടെ ലീല ഗ്രൂപ്പിൻ്റെ ഓണറിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അങ്ങനെ ലീല ഗ്രൂപ്പിൻ്റെ ഓണറോട് മുത്തശ്ശൻ്റെ അങ്ങോട്ടുള്ള നീക്കങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ നാഗേന്ദ്രൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്ന പോലെ ഒരു ഡീലുണ്ട്, ആ ഡീലിനെ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാമല്ലോ ഈ ഫീൽഡിൽ നിങ്ങൾ ഏറ്റവും പുറകിലായി പോകും, അതുകൊണ്ട് എല്ലാ വിവരങ്ങളും ഞാൻ ചോർത്തി തരാമെന്നും പറഞ്ഞിട്ട് നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയുടെ ഡീലുകളെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഒരു ഫയൽ മുഖേന കൈമാറുകയാണ് കേട്ടോ ലീല ജ്വല്ലറിയുടെ ഓണറിൻ്റെ കയ്യിലോട്ട്. അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ ആ ഡീലിനെ ജയിക്കണമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു വലിയൊരു ഡീലിനെ തോറ്റു പോകുകയാണ്. അപ്പോൾ ആ ഒരു ചതി എവിടെ നിന്നാണ് വന്നതെന്ന് നമ്മുടെ മുത്തശ്ശന് മനസ്സിലാവുന്നില്ല. എന്തായാലും കൂടെ നിന്ന് ആരോ ചതിച്ചിട്ടുണ്ടെന്ന് എന്തായാലും നമ്മുടെ മൂർത്തി മുത്തശ്ശന് മനസ്സിലായി കേട്ടോ. അല്ലാതെ ഈ ഒരു വിവരം ആര് ചോർത്തി കൊടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മൂർത്തി മുത്തശ്ശൻ അനന്തപുരി തറവാട്ടിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് വയലൻ്റായിട്ട് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ജലജ നമ്മുടെ നാഗേന്ദ്രനെ കൂട്ടിക്കൊണ്ട് മുറിയിലോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ അവസാനം പണി പറ്റിച്ചല്ലേ, അങ്ങനെ തന്നെ
തന്നെ വേണം. എന്തായി ലീല ഗ്രൂപ്പുകാർ വല്ലതും തന്നോ നിങ്ങൾക്ക്? എന്തെങ്കിലും തടയുമോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ജലജ ഇങ്ങനെ നാഗേന്ദ്രനോട് ചോദിക്കാൻ കേട്ടോ. നീ ഒന്ന് സമാധാനപ്പെട്. എന്തായാലും അവരെനിക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് 1.5 കോടി രൂപയാണെന്ന് ഇങ്ങനെ പറയുകയാണ്. ജലജ ഇങ്ങനെ കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുകയാണ്. 1.5 കോടി രൂപയോ? ആഹാ, ഈ ഒരു ഡീലിന് ഇത്രയും ചോർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ എന്തോരം കാശായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇനി എന്തായാലും ഇതുപോലെയൊക്കെ തന്നെ ചെയ്താൽ മതി എന്ന് ജലജ നമ്മുടെ നാഗേന്ദ്രന് സപ്പോർട്ടിങ്ങിന് കൊടുക്കുകയാണ് കേട്ടോ. മൂർത്തി മുത്തശ്ശൻ എല്ലാവരെയും കൂട്ടി ഒരു മീറ്റിംഗ് ഒക്കെ വെക്കുകയാണ് കേട്ടോ ഓഫീസിൽ. അവിടെ നാഗേന്ദ്രനും ആദർശിൻ്റെ അച്ഛനും അനിയുടെ അച്ഛനും എല്ലാവരും വന്നിരിപ്പുണ്ട്. അങ്ങനെ മുത്തശ്ശൻ സംസാരിക്കുകയാണ്. ആരോ നമ്മളെ പിന്നിൽ നിന്ന് കുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ആരോ ആണ് നമ്മളെ ചതിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത്രയും രഹസ്യമായി നമുക്ക് മാത്രം അറിയാവുന്ന ഈ ഒരു ഡീലിനെ പറ്റി എങ്ങനെ അവർ മനസ്സിലാക്കി എന്നൊക്കെ മൂർത്തി മുത്തശ്ശൻ പറയുകയാണ് കേട്ടോ. അങ്ങനെ മൂർത്തി മുത്തശ്ശൻ അവരോട് സംസാരിച്ചിട്ട് തൻ്റെ ക്യാബിനിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മൂർത്തി മുത്തശ്ശൻ തൻ്റെ അതായത് മുറിയിൽ ഒരു CCTV ഉണ്ടായിരുന്നു. ആ CCTV വെറുതെ ഒന്ന് ചെക്ക് ചെയ്യാണ് കേട്ടോ. അവിടെ നാഗേന്ദ്രൻ ഇടയ്ക്ക് മൂർത്തി മുത്തശ്ശൻ്റെ ക്യാബിനിൽ വന്നിട്ട് ഒരു ഫയൽ എടുക്കുന്നതായിട്ട് പുള്ളിയുടെ ശ്രദ്ധയിൽ ഇങ്ങനെ പെടുകയാണ്. ഈ ഒരു വിവരം എന്നാൽ മറ്റാരോടും മൂർത്തി മുത്തശ്ശൻ അപ്പോൾ പറയുന്നില്ല കേട്ടോ. ഉടനെ തന്നെ നാഗേന്ദ്രനെ വിളിപ്പിക്കുന്നുണ്ട്. തൻ്റെ ക്യാബിനിലോട്ട് വിളിപ്പിച്ചിട്ട് ചോദിക്കുകയാണ്. ആ ഒരു CCTV രംഗം തന്നെ കാണിച്ചുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, നീ എന്തിനാ കഴിഞ്ഞ ദിവസം എൻ്റെ ക്യാബിൽ വന്ന ആ ഫയൽ എന്തിനാ എടുത്തതെന്ന് ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ നാഗേന്ദ്രൻ അപ്പോൾ പറയുന്നുണ്ട്, അത് പിന്നെ എനിക്ക് കുറച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ആ ഫയലേക്ക് ഒന്ന് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണെന്ന് ഇങ്ങനെ പറയാൻ കേട്ടോ. നീ ആ കാര്യം എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്ന് മൂർത്തി മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. ഞാനതങ്ങ് വിട്ടുപോയി അച്ഛാന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോഴും പൂർണ്ണമായിട്ട് നാഗേന്ദ്രനെ കുറ്റക്കാരനാക്കാനായിട്ട് മൂർത്തി മുത്തശ്ശന് തോന്നിയില്ല. കാരണം തൻ്റെ മരുമകൻ അങ്ങനെ ചെയ്യത്തില്ല എന്നുള്ളൊരു വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ ലീല ഗ്രൂപ്പിൻ്റെ ഓണറും നാഗേന്ദ്രനും തമ്മിൽ സംസാരിക്കുന്നത് താൻ നേരിട്ട് തന്നെ കാണുക കേട്ടോ. മൂർത്തി മുത്തശ്ശൻ നേരിട്ട് തന്നെ കാണുകയാണ്. അങ്ങനെ ഉറപ്പിക്കുകയാണ് മൂർത്തി മുത്തശ്ശൻ. എന്തായാലും ആ ഒരു ഡീലിന് പരാജയപ്പെട്ടത് നാഗേന്ദ്രന് കാരണം തന്നെ ആണ് എന്ന് മൂർത്തി മുത്തശ്ശന് മനസ്സിലാകുകയാണ് കേട്ടോ. അങ്ങനെ അനന്തപുരി തറവാട്ടിൽ അന്നൊരു വൈകുന്നേരം നാഗേന്ദ്രൻ ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരാനായിട്ട് മൂർത്തി മുത്തശ്ശൻ ഇങ്ങനെ കാത്തിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ.